ആലപ്പുഴ ബൈപ്പാസ് ബീച്ച് ഭാഗത്ത് നിർമ്മാണത്തിലിരുന്ന മേൽപ്പാതയുടെ 4 ഗർഡറുകൾ തകർന്നു വീണു. ആളപായമില്ല. സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷികൾ പറയുന്നത് ഇങ്ങനെ. സൗണ്ട് കേട്ടിങ്ങനെ നേരെ ജസ്റ്റ് ഞാൻ വണ്ടി അവിടെ വരെ എത്താൻ സമ്മതിച്ചില്ല. വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഓടിയെന്ന് പറയുമ്പോൾ ഇത് വീഴുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നോക്കിയപ്പം ഈ റൈറ്റ് സൈഡിലാണ്, ഏറ്റവും കിഴക്കേ സൈഡെന്ന് പറയും, അതിങ്ങനെ ജസ്റ്റ് മറിഞ്ഞ് വീഴുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെ അത് മറിഞ്ഞ് വീണു. നേരെ ഇത് 4 കൂടെ ഒരുമിച്ചാണ് പിന്നെ വീണത്. പിന്നെ ഫുള്ള് പൊടിയും മയമായിരുന്നു. ഞാൻ ഓടിക്കളയാനുള്ളൊരു പത്രപ്പാടിൽ നമ്മുടെ ജീവിതം രക്ഷിക്കണമല്ലോ, അങ്ങനെ ഓടിയാനങ്ങ് മാറി. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇനി ഇപ്പോഴും ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്. ഇതിൽ സ്ട്രെസ്സിങ് എന്ന് പറയുന്നൊരു പ്രോഗ്രസ് നടന്നിട്ടുണ്ട്. ഞാൻ സേഫ്റ്റി ഓഫീസറാണ്. ഞാൻ വർക്ക് ചെയ്ത അതിൻ്റെ അപ്പുറത്തെ പാലത്തിന് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്, ആലപ്പുഴ ബൈപ്പാസിൽ. അപ്പോൾ ഈ സ്ട്രെസ്സിങ് പ്രോഗ്രസ് എന്ന് പറയാൻ നേരത്ത് ഇതിൻ്റെ അറ്റത്ത് ആ 2 സൈഡിലും കൂടെ സ്ട്രെസ് ചെയ്യുന്നൊരു പ്രോഗ്രസ്സാണ്. എന്ന് വെച്ചാൽ എത്രത്തോളം പ്രഷർ കൊടുക്കുക, ഒരു 5-6 കമ്പികളും കാര്യങ്ങളും നമ്മൾ ഏകദേശം ഇലക്ട്രിക്കൽ കമ്പനി പോലെ ഇരിക്കും കാണുമ്പോൾ. അപ്പോൾ അത് പ്രഷർ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അത് പ്രഷർ ചെയ്യാൻ നേരത്ത് തന്നെ നമുക്ക് അത്രത്തോളം സേഫ്റ്റി നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്. സംഭവം 2 സൈഡിലും 2 ബോർഡൊക്കെ വെച്ചിട്ട് അത് ഏകദേശം ഒരു ബുള്ളറ്റ് പോലത്തെ ഒരു സംഭവമാണ്. അത് പ്രഷർ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ എല്ലാം കിടക്കുന്നതെന്ന് പറയാൻ നേരത്ത് തന്നെ അത്രത്തോളം പ്രഷറിലാണ് ഇപ്പോഴും കിടക്കുന്നത്. ഇതിൻ്റെ പ്ലാസ്റ്റർ എപ്പോൾ പോകുന്നു അന്ന് ഇവിടെ ഒരു അപകടം എന്തായാലും ഉണ്ടായിരിക്കും, അത്രത്തോളം പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടു. അത്ര തന്നെ ഉണ്ട്. ഇതിൻ്റെ ഇപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടാണ് ഇത്. 2 വീടുകളുണ്ട്. അപ്പോൾ ഇത് ഈ വീടുകൾക്ക് ഉള്ളിൽ ഒരുപാട് പ്രോബ്ലംസ് സംഭവിച്ചിട്ടുണ്ട്. അത് പരിഗണിക്കണം. എന്ന് വെച്ചാൽ ഇവിടുത്തെ മാത്രമല്ല, ഏകദേശം ഈ ബീച്ച് ഏരിയയിലുള്ള ഏറ്റവും ടോട്ടലി എല്ലാ എറൗണ്ട് ഏരിയ ഫുള്ള് ഈ സൗണ്ട് കേട്ടിട്ടാണ് എല്ലാവരും ചാടി അണിട്ട് ഓടി വന്നത്. എത്രത്തോളം ടണ്ണാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊന്ന് നോക്കുക. അപ്പം എല്ലാവരുടെയും നഷ്ടപരിഹാരം കമ്പനി ആയിട്ട് ചെയ്യുക. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലം സന്ദർശിച്ചു. സംഭവത്തിൽ ദേശീയപാത ഉദ്യോഗസ്ഥരോട് 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ബലക്ഷയമുണ്ടെന്ന് ആക്ഷേപമുയർന്ന സാഹചര്യത്തിൽ വിശദമായ പരിശോധന നടത്തണമെന്നും കളക്ടർ പറഞ്ഞു. നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരത്തിൽ സംശയമുള്ളതായും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 95 കേരളയ്ക്ക് വേണ്ടി ദൃശ്യങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും കൃഷ്ണകുമാർ.